കേരള രാഷ്ട്രീയത്തിൽ പാലക്കാട് മണ്ഡലം വീണ്ടും വാർത്തകളിൽ നിറയുന്നത് വിവാദങ്ങളുടെ പേരിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ പാലക്കാട്ടെ രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഗർഭ അബോർഷൻ വിവാദങ്ങളായിരുന്നു. ഇപ്പോൾ അതേ പാലക്കാട് മണ്ഡലത്തിലെ MLA ആയ രമേശ് പിഷാരടിയുടെ പേരാണ് പുറത്തുവന്ന ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ ചർച്ചയാകുന്നത്. എന്താ മോളൂസെ ജാടയാണോ എന്ന വിഖ്യാതമായ ഡയലോഗിന് ശേഷം ഇപ്പോഴത്തെ പാലക്കാട് MLA അവതരിപ്പിക്കുന്ന പുതിയ ഐറ്റമാണ് എന്താ പരിപാടി എന്നത്. കോട്ടയത്ത് ജനിച്ച് പിന്നീട് തൃപ്പൂണിത്തുറയിലൊക്കെ താമസിച്ചിരുന്ന രമേശ് പിഷാരടിയെ ആ ഭാഗത്ത് എവിടെയും സീറ്റ് കൊടുക്കാതെ ദൂരെ കിടക്കുന്ന പാലക്കാട് കൊണ്ടുപോയി എന്തിന് സ്ഥാനാർത്ഥിയാക്കി എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ പത്തനംതിട്ടയിലെ അടൂർ മുണ്ടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീലമ്പടനെ കണ്ടുപിടിച്ച് പാലക്കാട് എത്തിച്ച് കോൺഗ്രസിന്റെ MLA ആക്കി മാറ്റിയിരുന്നു. പെണ്ണുകേസിലൊക്കെ പെട്ട് നാണം കെട്ടപ്പോൾ പാർട്ടിക്ക് തന്നെ അയാളെ മാറ്റി നിർത്തേണ്ടതായും വന്നു. പകരം അവർ അതേ റേഞ്ചുള്ള ഒരാളെ തന്നെയാണ് കണ്ടെത്തിയത്. അതിൽ കോൺഗ്രസിന് തീർച്ചയായും അഭിമാനിക്കാം. ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പലതും പറയുമെന്നൊക്കെ ലീഗുകാർ ന്യായീകരണവുമായി എത്തിയിട്ടുണ്ട്. എന്നാൽ പിഷാരടിയുമായി സംസാരിച്ചിരുന്ന സ്ത്രീ തന്നെ അത് റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്നതിന്റെ അർത്ഥം അവർക്ക് ആ ഡയലോഗുകൾ ഇഷ്ടമായില്ല എന്നത് തന്നെയാണ്. ശ്വേതാ മേനോനോട് എവിടെയാണ് എന്ന് പിഷാരടി ചോദിക്കുന്നു. ക്രൗൺ ഭാഷയിൽ എന്ന് മറുപടി. വീണ്ടും MLSR ചോദിക്കുന്നു എന്താ പരിപാടി എന്ന്. ഭർത്താവ് വൈകിട്ട് വരുന്നുണ്ടെന്ന് ശ്വേതാ മേനോൻ മറുപടി പറയും. പിന്നീട് ഇയാളുടെ ഒരു വഷളൻ ചിരിയാണ് കേൾക്കുന്നത്. അടുത്ത ചോദ്യം വരുന്നത് ഭർത്താവ് വന്നിട്ടാണോ പരിപാടി എന്നാണ്. അതല്ല, ഹസ്ബൻഡ് വൈകിട്ട് ബോംബെയിൽ നിന്ന് വരും, അതാണ് ഞാൻ പറഞ്ഞതെന്ന് കൃത്യമായി ശ്വേത മറുപടി പറയുന്നു. വീണ്ടും പിഷാരടി ചോദിക്കുന്നത് അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടാണല്ലേ പരിപാടി എന്ന്. അയ്യോ അതല്ല, ഞാൻ സ്ട്രെയിറ്റ് ആയ ഒരു ആളാണ് പിഷു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് ശ്വേത വ്യക്തമായ ഭാഷയിൽ തന്നെ മറുപടി പറയുകയാണ്. അപ്പോഴും പിഷാരടി വിടുന്നില്ല. അത് നമുക്ക് ശരിയാക്കാം, ഹസ്ബൻഡ് ഒന്ന് പോയിക്കോട്ടെ എന്നാണ് MLSR പറയുന്നു. നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു തീരുമാനമാക്കുമെന്ന് ശ്വേതാ മേനോൻ കടുപ്പിച്ച് പറയുമ്പോൾ ഞാനെല്ലാം ശരിയാക്കാമെന്ന് പിഷാരടി പറയുന്നു. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരുന്നവർ സമാന സ്വഭാവമുള്ളവർ ആയിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. പരിപാടി എന്ന് ശ്വേതാ മേനോൻ പറഞ്ഞത് കേട്ടപാടെ പിഷാരടി കൂട്ടി വായിച്ചു എന്നാണ് പറയുന്നത്. MLA എന്ന നിലയിൽ ഇനി എത്രമാത്രം പരിപാടികളിൽ പങ്കെടുക്കേണ്ട ഒരാളാണ് ഈ പിഷാരടി. എല്ലാ തവണയും പരിപാടി എന്ന് കേൾക്കുമ്പോൾ ഇയാൾക്ക് ഇതും മാത്രമായിരിക്കുമോ മനസ്സിൽ വരുന്നത്? ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉയർന്ന നിലവാരമുള്ള ഭാഷയും മര്യാദയും വിനയവും ഉള്ള പെരുമാറ്റവുമാണ്. സ്റ്റേജിലും സിനിമയിലും മിമിക്രി കാണിച്ച് നടന്ന ആളായിരിക്കാം. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു MLA ആണെന്ന് പിഷാരടി എന്ന കോമഡി സ്റ്റാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. സ്ത്രീ സുരക്ഷയെയും സ്ത്രീ സമത്വത്തെയും കുറിച്ച് സംസാരിക്കേണ്ട ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ ഡബിൾ മീനിങ് ഡയലോഗ് അടിച്ച് ചിരിക്കുന്നത്. സൗഹൃദ സംഭാഷണം ആയിരുന്നെങ്കിലും പിഷാരടി പറഞ്ഞത് ശ്വേതാ മേനോൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആ വോയിസ് ക്ലിപ്പ് കേട്ടാൽ മനസ്സിലാകും. അവർക്ക് ഇക്കാര്യം ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹമുണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തുവിട്ടത്. ഇനി പരസ്പര സമ്മതപ്രകാരമുള്ള നർമ്മ സംഭാഷണം എന്നൊക്കെ പറഞ്ഞ് ലീഗുകാർ രംഗത്ത് വന്നിട്ട് കാര്യമില്ല. കോൺഗ്രസിലെ നേതാക്കൾക്കടക്കം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പാലക്കാട് മണ്ഡലം ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നു എന്ന് ചുരുക്കി പറയാം. രാഹുൽ പിഷാരടി എന്നോ രമേശ് മാങ്കൂട്ടത്തിൽ എന്നോ പേര് മാറ്റി വിളിച്ചാലും അതിൽ യാതൊരു തെറ്റുമില്ല.